മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ബൽഖ സാമ്രാജ്യം വിട്ടേച്ച് പോന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ല. എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങനെയെന്നോ ഒരു പിടുത്തമല്ല. അപ്പോൾ പെങ്ങൾ എന്ത് ചെയ്തിക്കണു? മഹാനായ ഇബ്രാഹിം തങ്ങളെ പെങ്ങൾ ഒരു ആളെ വിളിച്ചിട്ട് അയാളെത്ത് കുറച്ച് 1000 പൊന്നോ അല്ലെങ്കിൽ വെള്ളിയോ എന്തോന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളിൻ്റെ ആങ്ങള രാജ്യം വിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ യാത്രാ ചെലവിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ എന്തെങ്കിലും അയാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങളിത് കൊടുക്കും, നിങ്ങളേതായാലും ഇന്ന വഴിക്ക് പോവുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന പറഞ്ഞിട്ട് പെങ്ങളെന്തായിരുന്നു കുറച്ച് പൈസ കുറച്ച് കാശ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ പോന്നു അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മികവായ വലിയാറിടത്ത് പിന്നെ മിളലുവാനൊരുത്തനടുത്ത് വന്നാറ്, സഖിയാരിൽ പരിരണ്ടും കൂടെ 10 സാവർ വെള്ളിയും കൊടുത്തിട്ടൂരത്ത്. അപ്പോൾ പെങ്ങൾ ഇങ്ങനെ ആങ്ങളെ കണ്ട് മുട്ടുകയാണെങ്കിൽ നിങ്ങളിത് കൊടുക്കിയെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന പൈസ ആ കാശ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങളെത്ത് കൊടുത്തു. പക്ഷേ പരിചയമില്ലാത്ത മനുഷ്യൻ ബൽഹക്കാരനാണെന്ന് പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താപ്പജ്ജി പറയണത്, അല്ലെങ്കിൽ ഞാൻ എന്താപ്പ നീ പറയുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ പകയമ്പിൻ പടവത്താം എന്നേ പെങ്ങൾ ബൽഹിൽ നിന്നയച്ചെന്നറിവീൻ തങ്ങൾ. അപ്പോൾ ഇബ്രാഹിം തങ്ങളോട് ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെ പെങ്ങൾ ഇന്ന പെങ്ങൾ തന്നയച്ചതാണ്, നിങ്ങളെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണുകയാണെങ്കിൽ ഇത് തരാൻ വേണ്ടി തന്നയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, ബഹുമാന്യറവനോട് നേരുരക്കാം ബിണ്ടപ്പള്ളമെണ്ട് ഓതി ഹക്കാം. മര്യാദ പറഞ്ഞു, സത്യമാണോ പറയണത് ചോദിച്ചു. ഞാൻ സത്യം തന്നെയാണ് പറയണതെന്ന് പറഞ്ഞു. ഹക്കറിഞ്ഞവനെ ഹോർണാക്കി വെള്ളി കവണങ്ങൾ ഇരുതും മടക്കി ബിള്ളി ഒക്കാ നീ എടുത്തോ വിവരം ഇനി ഒരു പേരും അറിയണ്ട വേഗം പോന്നീ. ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം നമ്മൾ പറഞ്ഞു, പെങ്ങൾ കൊടുത്തയച്ചതാണ് പണം എന്ന് പറഞ്ഞപ്പോൾ ശരിയാണോ സത്യമാണോ പറയണേ ചോദിച്ചു. എന്നൊരു കാര്യം ചെയ്തോ പണം വേണ്ട ഒന്നും വേണ്ട ഒക്കെ എടുത്തു പറഞ്ഞു, ഞാൻ ഇന്നെ കണ്ട വിവരം ഇനി ബൽഹായിലോ എവിടെയെങ്കിലും അറിയിച്ചാൽ എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം തങ്ങൾ ഭീഷണിപ്പെടുത്തി. കാരണം ചിന്ത അള്ളാഹു എന്നുള്ള ചിന്ത മാത്രമാണ്, ഇനി ജനങ്ങളറിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ പെങ്ങൾ തന്നയച്ച വെള്ളി ഇജ്ജെടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. അയാൾക്ക് ദാനം ചെയ്തു എന്ന് മാത്രമല്ല, മഹാനായ ഇബ്രാഹിം തങ്ങൾ എൻ്റെ ഈ കള്ളി ഞാൻ എവിടെയാണോ എങ്ങനെയാണോ എന്താണോ എന്ന് ഇനി വെളിപ്പെടുത്തരുത്, വേഗം സ്ഥലം വിട് എന്ന് മഹാനായ ഇബ്രാഹിം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയും അങ്ങനെ ആ മനുഷ്യൻ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? മുഖിയറി ഇബ്രാഹിം എന്ന ശൈഖാം മുന്നേ മേസുഹദാലെ ബിട്ട് ബൽഹാ കരുണർവാലിയാർക്ക കാലം ഉണ്ട് കൗതുകപ്പെടു ചെറുബാലനുണ്ട് പേരെന്ത് സ്വബിയില്ലാത് ഹം ഉണ്ട് ബത്ത് ജദ്ദവരോടുൽ ഹബ്ബ് കൊണ്ട്. ഇനി കവി പറയണത്, മുപ്പര് രാജ്യം വിട്ടു വരുമ്പോൾ ഒരു കുട്ടി മുപ്പർക്ക് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് അദ്ഹം എന്നാണ്. ആ അദ്ഹം വല്യപ്പാൻ്റെ പേരിട്ടതാണ്. അതായത് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ രാജകൊട്ടാരം വിട്ടിറങ്ങിപ്പോന്ന ഈ മഹാമനുഷ്യൻ്റെ പിതാവിൻ്റെ പേരായിരുന്നു അദ്ഹം. കോടാലിക്കാക്ക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്, യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു വാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ഹമിൻ്റെ പേര് വാപ്പാൻ്റെ വല്യപ്പാൻ്റെ പേര് കുട്ടിക്കിട്ടതാണ്. അങ്ങനത്തെ ഒരു അദ്ഹം എന്ന് പേരിട്ടൊരു കുട്ടി ഞാൻ രാജ്യം ബൽഹ വിട്ട് പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നിവിടെ കവി പറയുന്നു. അങ്ങനെ പേരെന്ത് സ്വബിയിൽ അദ്ഹം ഉണ്ട് ബത്ത് ജദ്ദവരോടുൽ ഹബ്ബ് കൊണ്ട് ബാരരെ മുമയിസ്സ നാളിലെ ഒക്കെ മാതാവോടബുവാരെ തൊട്ടൂരക്കൈ. അങ്ങനെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ മാതാവിനോട് ചോദിക്കും, എവിടെയാണ് വാപ്പ എവിടെയാണ്? അപ്പോൾ വാപ്പ ഇങ്ങനെ പോയതാ മോനെ എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഭാഷം കേട്ടധികാവേസനം പൊങ്ങി ഭർത്താവേ നിനന്ത് കരഞ്ഞ് വിങ്ങി നേശപ്പൂ കുളർമക്കാനിയെ തേനെ നേത്രമിൻമണിയായ പൊന്നുമോനെ. ഉമ്മയോട് എപ്പോഴും ചെന്ന് ചോദിക്കും, എൻ്റെ ഉപ്പ എവിടെയാണ്?
നിൻ്റെ ഉപ്പ ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് മോനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃതായി പോയതാണ് എന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉമ്മ മോനയോട് ധരിപ്പിക്കും. പക്ഷേ ദേശബാൾവ് പേക്ഷിത റബ്ബ് തന്നെ തേടി നിൻ പിതൃസുഹൃദാകൈ മുന്നേ കാശീനിൽ പലയിടത്തും അന്വേഷിച്ച് കാണാമല്ലിരിപ്പാമോനമൂഷിച്ച്. ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃദായി പോയതാണ് നിൻ്റെ പിതാവ്. പക്ഷേ ഞാൻ കാശ് കൊടുത്തിട്ട് പല ആൾക്കാരെയും പറഞ്ഞയച്ചു, ഇന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കിയും വിവരം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിവരം അറിയാൻ വേണ്ടി കാശ് കൊടുത്ത് കൂലിക്ക് ആളെ കൊടുത്ത് പല ഭാഗത്തും അന്വേഷിപ്പിച്ചു. എവിടെയും ഒരു വിവരം കിട്ടിയില്ല മോനെ. അങ്ങനെ ഞാൻ മനം മുഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, കഴിയുകയാണ് മോനെ എന്ന് അദ്ദേഹം എന്ന് പറയുന്ന കുട്ടിയോട് ഉമ്മ പറഞ്ഞപ്പോൾ മുഷിപ്പായിരിപ്പിലാം എന്നയാൾ മൊളിന്ത് സുമ്മാ മോൻ കരഞ്ഞതി സങ്കിടപ്പെട്ടൊറ്റിയ ഉമ്മ വശുകാതെ സമ്മതത്തെ താരുവിനക്ക് തന്നെ ബാവ പോയത് പോലെ ഞാനും പോകുമേ ഇന്നാൾ. അങ്ങനെ ഉമ്മ സങ്കട കണ്ണീരുകളൊക്കെ എണ്ണിപ്പറയുകയാണ്, മോനെ അങ്ങനെ മുഷിപ്പായി ഞാൻ ഭാവേയും ഓർത്തുകൊണ്ട് നിൻ്റെ പിതാവിനെ ഓർത്ത് ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. പല ഭാഗത്തും ആളെ വിട്ട് അന്വേഷിച്ചൊരു എത്തും പിടിയും കിട്ടില്ല. ഈ സമയം മകൻ്റെ ഒരു ഭീഷണി, വാപ്പ പോയതുപോലെ ഞാനും പോകണം ഉമ്മ പറ്റിച്ചില്ലേ. ഇപ്പോൾ വാപ്പ പോയതിന് ശേഷം ഉമ്മാക്കൊരു തൊണ്ടുള്ളതപ്പം ഈ കുട്ടി, ആ കുട്ടി ഞാൻ വാപ്പ പോയതുപോലെ പോകണം ഉമ്മ എന്ന് പറഞ്ഞ് പോകാൻ പുറപ്പെടുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.